നമസ്കാരം. ശ്രീനി ആലക്കോടാണ്. രാത്രിയിലെ ചില കാഴ്ചകൾക്ക് സൗന്ദര്യം കൂടുതലാണ്. നമുക്ക് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കൊടിയേറ്റ മഹോത്സവത്തുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രകാശമാനമായ അരങ്ങം ക്ഷേത്ര പരിസരം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ലൈവിൽ വരുന്നത്. അരങ്ങം പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങിയാണ്. അപ്പോൾ വരുന്ന ആളുകളൊക്കെ ഇത് കാണാം. പുറത്തുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ, അവർക്കൊരു സന്തോഷം തരുന്ന ഒരു കാഴ്ചയായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാനിങ്ങനെ ഈ ലൈവിൽ വരുന്നത്. രാത്രിയിൽ നാളെയാണ് കൊടിയേറ്റം. നാളെ 7 മണിക്കാണ് കൊടിയേറ്റ ചടങ്ങുകൾ ആരംഭിക്കുക. ഇന്ന് കലവറ നടക്കൽ ഘോഷയാത്രയുടെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇത് അരങ്ങം പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ അരങ്ങം ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ ഭാഗമാണ്. ഇപ്പോൾ റോഡിന് ഇരുവശത്തും ട്യൂബ് ലൈറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ GB കളയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് പുറത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ ഏറെ സന്തോഷം തരുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ലൈവിൽ വരുന്നത്. ഞാൻ പോകുന്ന വഴിക്കാണിത്. അപ്പോൾ ആളുകൾ വരുന്ന ആളുകൾക്കൊന്ന് ഷെയർ ചെയ്യുക. ഹലോ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ഒന്നൊരു കമൻ്റ് ഇടുക. കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെയൊക്കെ വരുമ്പം ഈ നമുക്ക് തത്സമയം വീഡിയോ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. ഫേസ്ബുക്കിൽ കുറേ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും ഈ ഫേസ്ബുക്ക് വീഡിയോ കാണുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കമൻ്റ് കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് വന്നതിന് ശേഷം പിന്നീട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇത് കോപ്പി ചെയ്തിട്ട് ഇടുന്നുണ്ട്. പക്ഷേ കുറച്ച് ലേറ്റ് ആവും, തത്സമയം നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഇത് ആലക്കോട് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ റോഡിൽ നിന്നുള്ള ദൃശ്യമാണ്. നമുക്ക് മുകളിലോട്ട് പോകാം. ക്ഷേത്ര പരിസരമൊക്കെ വളരെ ഇപ്പോൾ കണ്ടില്ലേ. ഇപ്പോൾ ഇത് ഞാൻ ഇന്നലെ കാണിച്ചിരുന്നു. ആ ബലൂണൊക്കെ മിന്നിത്തിളങ്ങുന്ന LED ലൈറ്റുകളൊക്കെ ഉണ്ടാവും. രാജസ്ഥാനികളാണ് ആ ബലൂൺ വിൽക്കുന്നത്. ഇവിടെ കലവറ നടക്കലൊക്കെ കഴിഞ്ഞിട്ട് ആളുകളൊക്കെ കുറേ പേര് പോയി. ഇപ്പം പല ആളുകളും പർച്ചേസിന് വന്നിട്ടുണ്ട്. നേരത്തെ ചില ചേച്ചിമാരൊക്കെ ഈ മുറമൊക്കെ കൊണ്ട് മുറം മേടിച്ചിട്ട് പോകുന്നു. 3 മരത്തിന് 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇന്നാണെങ്കിൽ വില കുറച്ച് കിട്ടും, 6-ാം ഉത്സവം വില കൂടുന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇന്ന് തന്നെ മേടിച്ചിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കിടക്കുകയാണ്. നമ്മൾ ക്ഷേത്ര മെയിൻ ഗേറ്റിൽ കൂടി മുകളിലേക്ക് പോവുകയാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ മെല്ലെ അങ്ങോട്ട് പോയിട്ട് വരാം. ഇതാണ് പ്രധാനപ്പെട്ട ഗേറ്റ്. ഇന്ന് ആൾ കുറവായിരിക്കും, പക്ഷെ നാളെ ഈ സമയത്തൊക്കെ നമ്മൾ ഇങ്ങോട്ടൊന്നും നമുക്ക് വണ്ടി കയറ്റാൻ കഴിയില്ല, ഫുൾ ആളായിരിക്കും. അപ്പോൾ നാളത്തെ തയ്യാറെടുപ്പിന് വേണ്ടി ഇത് എല്ലാ കടകളൊക്കെ ഇങ്ങനെ ഒരുങ്ങി കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇരുഭാഗത്തും കാണാം. അപ്പം അവിടെ അലുവയൊക്കെ വിൽക്കുന്ന കടയിൽ കണ്ടില്ലേ? ഇവിടെ കമ്മൽ നിങ്ങൾ കണ്ടില്ലെന്ന് തോന്നും. ഇവിടെ പിന്നെ ബക്കറ്റ് ഇതുണ്ടോ, ബക്കറ്റൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. പല ഇടങ്ങളിൽ നിന്നും വന്ന വ്യാപാരികളാണ്. അപ്പോൾ അപ്പുറത്ത് ഇത് നമുക്കിവിടെ കാണാം. ഏതെടുത്താലും 20-30 രൂപ. ഇന്നലെ ഞാനത് കാണിച്ചിരുന്നു ആ ലൈവിൽ. ഇന്ന് അവരെല്ലാം സെറ്റാക്കിയിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടോ. കടയൊക്കെ നിങ്ങൾ കണ്ടു കാണുന്നത് അല്ലേ? അപ്പോൾ എന്തായാലും അതൊരു മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ ലൈവിലാണ് നമ്മുടെ സോമേട്ടനാണ് ആ കാണുന്നത്. സോമേട്ടൻ്റെ വണ്ടി ഇവിടെ രസമായിട്ട് കാണുക. അപ്പോൾ നമുക്ക് പിന്നെ തത്സമയമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോമേട്ടൻ അത് വഴി അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ സോമേട്ടനോട് ഉണ്ട്. ലൈവിലാണ് പ്രേക്ഷകരെ കാണുന്നത്. നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ഇപ്പോൾ വൈദ്യുതി വരുന്നുണ്ട്. അപ്പോൾ ലൈവിലാണ്, നമ്മളിപ്പോൾ ലൈവിലാണുള്ളത്. ഓക്കെ, സന്തോഷം. ഇങ്ങനെ രാത്രിയിൽ ആളുകളൊക്കെ ഇങ്ങനെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് ഏതെടുത്താലും 20 രൂപ 30 രൂപ. നമ്മളിപ്പം അമ്പലത്തിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഹായ് അമൽ, ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. രാജേഷ്. അപ്പോൾ നമുക്കിങ്ങനെ അമ്പലത്തിൻ്റെ ഭാഗത്ത് പോയിട്ട് കുറച്ച് സംസാരിക്കാം. ഇവിടെ കോളിഫ്ലവർ ചില്ലി, മുളക് ബജി അങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ കാണാം. ഈ ഭാഗത്തൊക്കെ ലൈറ്റൊക്കെ ഓഫായിട്ടുണ്ട് കേട്ടോ. ഇത് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുള്ള ലൈറ്റാണ്. കുറേ ലൈറ്റുകളൊക്കെ ഉണ്ട്. സ്റ്റേജിൻ്റെ പണിയൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റേജിൻ്റെ ആ ഭാഗത്തെ കാഴ്ചകളെ കാണിച്ചു കേട്ടോ. ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, ഞാനത് കാണിച്ചു തരാം. ഇത് സ്റ്റേജിൻ്റെ ആ ഭാഗമാണ്. അവിടെ ഇപ്പോൾ വർക്കൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പോയി ഞാൻ കാറിൽ പോയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. കാണാം. ഞാൻ അമ്പലത്തിൻ്റെ ആ ഭാഗം കാണിച്ചു തരാം. നേരെ തിരിച്ച് കാർ നേരെ തിരിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ആ വ്യൂ നിങ്ങൾക്ക് കിട്ടും. മനോഹരമായ ലൈറ്റൊക്കെയാണ് ഇപ്പോൾ അവിടെ ഇട്ടിരിക്കുന്നത്. പല കളറുകളിലുള്ള ലൈറ്റുകൾ. കണ്ടോ, നല്ല മനോഹരമായിട്ടുണ്ട് നമ്മുടെ ക്ഷേത്രം.
ഹായ്, എല്ലാ ദിവസവും ലൈവ് ചെയ്യണേ എന്ന് രാജേഷ് പറയുന്നു. തീർച്ചയായും എല്ലാ ദിവസവും ഞാൻ ലൈവ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പിന്നെ ഒന്ന് കമൻ്റ് ഇടുക. കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് കിട്ടുള്ളൂ പെട്ടെന്ന്. പഴയ പോലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പം ഫേസ്ബുക്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. അതിനുശേഷം നമുക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പോകാം. അപ്പോൾ ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ക്ഷേത്രം ആണ്. അതിനുശേഷം ലൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുക. എൻ്റെ മുകളിലൊക്കെ ആളുണ്ട്. ഇത് ശ്രീകൃഷ്ണ ക്ഷേത്രം, നല്ല മിന്നിത്തിറങ്ങുന്നത് വൈറ്റ് കളറിൽ. ഇത് മനോഹരമായിരിക്കും അല്ലേ, നല്ല കാഴ്ചയാണ്. അപ്പോൾ ഇനി ഇതിങ്ങനെ പോയി ഈ കാണുന്ന ഭാഗമാണ്, അതായത് ഇങ്ങനെ കണ്ടോ ഇങ്ങോട്ട് ഭാഗം, ഇതാണ് ആ ക്ഷേത്ര സ്റ്റേജ് പരിസരമൊക്കെ. അവിടെയൊക്കെ ലൈറ്റ് ഇപ്പോൾ ഓഫാക്കുകയാണ്. അവിടെയൊക്കെ ഈ ഇതൊക്കെ റിബണൊക്കെ വലിച്ചു കെട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അതൊക്കെ ചെയ്യുന്ന. ഈ കാഴ്ച കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ നിർത്താമല്ലോ നമുക്ക്. ഇവിടെ നിന്നൊക്കെ സംസാരിക്കാം. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. മനോഹരമായ ഒരു രാത്രിയാണിപ്പോൾ. ഇവിടെ ഉത്സവത്തിനെ വരവേൽക്കാൻ ഒരുങ്ങിയിട്ട് ഈ അരങ്ങം ക്ഷേത്ര മൈതാനി നിൽക്കുന്ന ഒരു സമയം. ഒരുപാട് ആളുകൾ ഇപ്പോൾ ലൈവിൽ വരുന്നുണ്ട്. ശ്രീനെറ്റ് ആരുമില്ലേ എന്ന് ചോദിക്കുന്നു. ഇന്ന് ആരും ഉണ്ടാകില്ല. ശരിക്കും നാളെയാണ് ഉത്സവം തുടങ്ങുന്നത്. ഇന്ന് കലവറ നടക്കൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൗണ്ടൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ലൈറ്റ് ഈ ഗ്ലാസ് മൊത്തം പൊക്കിയതുകൊണ്ടാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാത്തത്. കേൾക്കാം, പാട്ടിലേക്ക് കേൾക്കാം. ഇപ്പം ഞാൻ ഗ്ലാസ് നല്ല താത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത്തരത്തിൽ ഒരു വരുന്ന 8 ദിവസങ്ങൾ അതിമനോഹരമായിരിക്കും. രാത്രിയിലൊക്കെ ആളുകൾ ഇങ്ങനെ നിറഞ്ഞ് ഇങ്ങോട്ട് വരും. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരണം. അരങ്ങം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രങ്ങളൊന്നാണ് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രം. ഒരുപാട് ഏക്കറുകളുടെ സ്ഥലത്ത് ഇങ്ങനെ പിന്നെ വ്യാപിച്ച് കിടക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം പലയിടങ്ങളിൽ നിന്നും ആളുകൾ വരും. വന്നിട്ട് ഇവിടെ ഉത്സവം കൂടിയിട്ട് പോകണം. അതിന് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ വേറെന്താണ് പറയാനുള്ളത്? നമ്മൾ പേരൊക്കെ പറയാം. രാജേഷ് രാഘവൻ, അമൽ രാമചന്ദ്രൻ, ബിനീഷ് ജോസഫ്, ഷൈൻ മാത്യു, ഒരുപാട് ആളുകൾ ഇങ്ങനെ കമൻറ്റുകളൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകാം അല്ലേ? രാത്രി ഇത്ര സമയമില്ലേ, നിങ്ങളുടെ വെറുതെ സമയം കളയുന്നില്ല. ബാക്കി നമുക്ക് നാളെ പറയാൻ തോന്നും. മതി, ഓക്കെ. അപ്പോൾ നാളെ വൈകുന്നേരം 7 മണിക്കാണ് കൊടിയേറ്റം. കൊടിയേറ്റത്തിന് എല്ലാവരും ക്ഷണിക്കുകയാണ്. 7 മണി മുതൽ ഇവിടെ പിന്നെ ഉത്സവ ആഘോഷ ചടങ്ങുകൾ ആരംഭിക്കും. പിന്നെ അമ്പലത്തിനകത്തുള്ള ചടങ്ങുകൾ നടക്കും. അതിന് അപ്പുറത്ത് ഇവിടെ വേദിയിൽ ഈ ക്ഷേത്ര സ്റ്റേജിൽ ഒരുപാട് കലാപരിപാടികളൊക്കെ എല്ലാ ദിവസവും ഉണ്ട്. എല്ലാവരും ഇങ്ങോട്ടേക്ക് വരണം. അപ്പോൾ നമുക്ക് ശുഭരാത്രി നേരുകയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.